ഉം ഞാൻ എന്തോരം പറഞ്ഞതാ നിന്റെ ആങ്ങളയോട് ഈ പെണ്ണിനെ കെട്ടണ്ട, ഈ കല്യാണം നമുക്ക് വേണ്ടടാന്ന്. ആ ചെക്കൻ ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? എന്നിട്ടിപ്പൊ കണ്ടോ, 6 മാസമായ കൊച്ച അബോഷനായി പോയത്. 1-2 മാസമാണ് പിന്നെ അങ്ങനെയെങ്കിലും ഓർത്തൊന്ന് സമാധാനപ്പെടായിരുന്നു. ഇത് 6 മാസമായപ്പോ കൊച്ചങ്ങ് പോയില്ലേ. എന്റെ അമ്മേ, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഇവളെ അറിയാവുന്നതല്ലേ, എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതല്ലേ. അവളുടെ അച്ഛനാണെങ്കിൽ ഒരു കുടിയൻ, കള്ളു കുടിച്ച് 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 കരള് പോയിട്ടാണ് അയാള് മരിച്ചത്. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ പൂരവാനം മദ്യപാനവും കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവള് സ്കൂളിൽ നല്ല ഫേമസാ. കള്ളുകുടിയൻ രാജന്റെ മോള് ദീപാരാജൻ എന്നാണ് അവളെ അറിയപ്പെടുന്നത് തന്നെ. എന്നിട്ട് ഒടുക്കും ആ ദീപാരാജനെ നിന്റെ ആങ്ങളെ അങ്ങ് കല്യാണവും കഴിച്ചു. ഇതിന്റെ വീട്ടിൽ തിന്നാനും കുടിക്കാനും ഒന്നും കാണത്തില്ലായിരുന്നു. നീ ഗർഭപാത്രത്തിനൊന്നും ഒരു കട്ടിയും. അതാ കൊച്ചു പോയത്. കൊച്ചിനെ താങ്ങണമെങ്കിൽ ഗർഭപാത്രത്തിന് കട്ടി വേണ്ടേ. എന്റെ അമ്മ, ഇവളുടെ വീട്ടിൽ ദാരിദ്ര്യമല്ലേ. അച്ഛൻ കുടുംബം വല്ലതും നോക്കുവോ? അമ്മ കഷ്ടപ്പെട്ട് പണിക്ക് പോകുന്ന കാശും കൊണ്ട് ഇവര് 3 മക്കളുടെ അമ്മയുടെയും വയറ് കഴിയണം. അങ്ങനെ പിന്നെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കഴിക്കാനൊക്കെ. ഓഹ്, ഇത്ര ദാരിദ്ര്യം പിടിച്ചതിനെയാണല്ലോ കെട്ടിക്കൊണ്ട് വന്നതെന്ന് ഓർത്തിട്ട. എന്നാലും എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലടി മോളെ. 6 മാസമായതേ. ഓഹ്, എന്ത് പറ്റിയെന്നാ ഞാൻ ഓർക്കുന്നത്. അതെ, ഞാനങ്ങ് പോവാ. സുധീഷേട്ടൻ വിളിച്ചായിരുന്നു. അപ്പൊ പോകാതിരിക്കാൻ പറ്റൂല. നീ ഇങ്ങനെ കേറി ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ഏറ്റ് നടന്ന് ചെയ്യ്. അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്കെല്ലാം ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പോകാനുള്ളത് പോയി, ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ല, നിന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഈ അബോർഷൻ ആകുന്ന ടീം വല്ലതും ഉണ്ടോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ? അല്ല, സുധീഷേട്ടന്റെ വീടിനടുത്തൊരു സുജാത ചേച്ചി ഉണ്ട്. സുജാത ചേച്ചിയുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് പിള്ളേരൊന്നും ഇല്ല. പക്ഷെ ഗർഭിണി ആവുമെന്ന് ചോദിച്ചാൽ ആവും. പക്ഷെ എല്ലാം ഇങ്ങനെ അബോർഷനായി പോവുക. ഗർഭപാത്രത്തിന് കട്ടിക്കുറവോ അങ്ങനെ മറ്റോ ആണെന്നാ പറഞ്ഞത്. ഇനിയിപ്പം നിനക്കും അങ്ങനെ വല്ലതും ആണോന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നീയും ജീവിതത്തില് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നത്? റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് ഡോക്ടർ പറഞ്ഞതാ. ഞാൻ ഇവിടെ വന്നിട്ട് അമ്മയോട് പറയുമ്പം അമ്മ പറയും എനിക്ക് പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നുണ പറയുന്നതാ, ഡോക്ടർമാർ അങ്ങനെയൊന്നും പറയൂലെന്ന്. അങ്ങനെ എന്നെ കൊണ്ട് എല്ലാ പണിയും എടുപ്പിച്ചു. ലാസ്റ്റ് കൊച്ചും പോയി. എന്നിട്ട് എന്തിനാ ചേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് കൊള്ളാം. കൊച്ചിനെ കൊണ്ട് കളഞ്ഞിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ അമ്മയ്ക്കായോ? അസലായി. അത് കൊള്ളാലോ. നിനക്ക് ആരോഗ്യമില്ല കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടിട്ട്, അതിനിപ്പോ അമ്മേനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പിന്നെ പഞ്ഞം കിടന്നല്ലേ വളർന്നത്. അതുകൊണ്ടായിരിക്കും ഈ കാണുന്ന പൊള്ളത്തടിയൊന്നും ഉണ്ടായിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ആരോഗ്യം വേണം. ചേച്ചി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. എന്നെ എന്റെ അനിയന്മാരെ എന്റെ അമ്മ പട്ടിണിക്ക് ഇട്ടിട്ടില്ല. നല്ല ഭക്ഷണങ്ങൾ മേടിച്ചു തന്നു തന്നെയാ വളർത്തിയത്. ഉവ്വേ, അതുകൊണ്ടാണല്ലോ കൊച്ചു പോയത്. അല്ലെന്നേ, അവളുടെ വീട്ടിലോട്ട് വിടാൻ മേലായിരുന്നോ കുറച്ചു ദിവസം? അവിടെ പോയി നിൽക്കട്ടെ, ഇതിനൊക്കെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണം. അവളുടെ വീട്ടിലായിരുന്നു 2 ആഴ്ച. ആശുപത്രിയിൽ നിന്ന് നേരെ ഡിസ്ചാർജ് ആയിട്ട് അവളുടെ അമ്മ അങ്ങോട്ടാ കൊണ്ടുപോയത്. 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇങ്ങോട്ട് വന്നതാ. ഞാനങ്ങ് വിളിക്കാനും പറയാനൊന്നും പോയൊന്നുമില്ലേ. ഇനിയിപ്പോ ചെറുക്കൻ വിളിച്ചതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും തന്നെ പോന്നു, അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട്. ഇതിപ്പോ മോന് നല്ല വിഷമമായി കാണുമല്ലേ. ആദ്യത്തെ കൊച്ചല്ലായിരുന്നു ഒന്നുമില്ലെങ്കിലും. എന്റെ ഉഷയെ, പിന്നെ വിഷമം കാണാതിരിക്കോ? ഗർഭമാണെന്ന് അറിഞ്ഞപ്പോ മുതലോ തീറ്റിക്കലും കുടിപ്പിക്കലും നോക്കലും ഒക്കെ ആയിരുന്നു. ഇതിപ്പോ കൊച്ചു പോകാനുള്ളത് പോയി കഴിഞ്ഞപ്പോ കുറ്റം ഏതായാലും എനിക്കാ. നിത്യനോട് പറഞ്ഞെന്ന്, പണിയെടുത്തിട്ടാ കൊച്ചു പോയതെന്ന് പറഞ്ഞെന്ന്. കേക്കണേ കേക്ക്. ഇനിയിപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയ്ക്ക് തന്നെയായിരിക്കും. ഉഷ ചേച്ചി എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നീ എവിടെ പോയതാടി കൊച്ചേ, ഈ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത്? ഞാൻ തുണി കഴുകിയിടാൻ പോയതാ. ആ, ഇതിപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയ സ്ഥിതിക്ക് കുറച്ച് നാളൊക്കെ റെസ്റ്റ് ഒക്കെ എടുക്കണം. വീട്ടിൽ നിൽക്കാൻ മേലായിരുന്നോ? പിന്നെ എല്ലാത്തിനും ഇങ്ങോട്ട് ഓടി പോകുന്നത്. ഒരു പിന്നെ 1 മാസമെങ്കിലും വീട്ടിൽ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോന്നാ പോരായിരുന്നോ? അല്ല, ഇതിപ്പോ അമ്മായിയമ്മ പണിയെടുപ്പിച്ചിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അത് പിന്നെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, സൂക്ഷിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞതാ. അതൊക്കെ ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് പണ്ടുള്ളവരൊക്കെ അങ്ങനെയായിരുന്നോ? എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്നത് നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാ. അതുപോലെ ഈ ഞാനോ, പ്രസവിക്കാൻ പോകുന്നതിന്റെ അന്നും കൂടെ പശുവിനുള്ള പുല്ല് മുഴുവനും തൊഴുത്തിൽ നിറച്ച് പിന്നെ എന്നിട്ടാണ് ഞാൻ ഒരുങ്ങി ആശുപത്രിയിലോട്ട് പോകുന്നത് പ്രസവിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഗർഭമായെന്നും പറഞ്ഞാൽ അടങ്ങിയിരിക്കണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആ പേരും പറഞ്ഞിട്ട് ഇവിടെ കുറ്റം പറയാനൊന്നും നീ മെനക്കെടണ്ട കേട്ടോ. അതൊന്നും അല്ല കാരണം. ഹും, അല്ലേ, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കൂഷേ. ഞാൻ പറഞ്ഞാലല്ലേ ഏശാത്തിയുള്ളൂ. നീ പറഞ്ഞു പറയുന്ന കേട്ടല്ലോ. ഹ, പെൺപിള്ളേര് മര്യാദയ്ക്ക് തിന്നാതെയും കുടിക്കാതെയും നല്ല ആഹാരം കഴിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും.
അതിനിപ്പോ എന്നെ പറഞ്ഞിട്ടൊന്നും യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അതെയോ? ആഹാ. ആ, ഞാൻ വരാമേ. ആ. ആ, ശരി ശരി. ആ. ആരാടി? വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ചത്. അനിയന്മാർക്ക് പോവാറായിന്ന്, വെള്ളിയാഴ്ച പോകേണ്ടി വരും. ഓ, അമേരിക്കക്ക്. ഏ, ഇത്ര പെട്ടെന്ന് പോകാറായോ? പെട്ടെന്നോ? എത്ര നാളത്തെ കാത്തിരിപ്പാ. ഓ, അവരിതിനു വേണ്ടി എത്രമാത്രം ശ്രമിച്ചെന്നറിയോ. ഇപ്പഴാ രണ്ടുപേർക്കും പോവാറായത്. എന്നിട്ട് നീ പോകുന്നില്ലേ അനിയന്മാരെ യാത്രയാക്കാൻ വേണ്ടിട്ട്? ആ, ഞാൻ വ്യാഴാഴ്ച പോവാന്ന് ഓർത്ത് വീട്ടിലേക്ക്. ഓ, അല്ലെങ്കിൽ നീ എന്ത് കാണാൻ വേണ്ടിട്ട് പോകുന്ന? അവർക്ക് സമയമാകുമ്പോ അവര് കേറി അങ്ങ് പൊക്കോളും. അതിനിപ്പോ നീ ചെന്നിട്ട് ഇപ്പം പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ നിന്നെ പോലുള്ളവര് പോകാതിരിക്കുന്നതായിരിക്കും ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോ പോകുന്നവർക്ക് നല്ലത്. ഞാനൊന്ന് വന്ന് പറയേണ്ട ഒരു കടമയുണ്ടല്ലോ. അതാ പിന്നെ ഞാൻ വന്ന് പറയാന്ന് വിചാരിച്ചത്. അവന്മാർക്കാണെങ്കിൽ ഒട്ടും സമയമില്ല, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുവാണേ. ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പോകുന്നതിന് മുമ്പ്. എന്തായാലും ഇരട്ടകള് രണ്ടുപേരും ഇപ്പോഴും ഒരുമിച്ചായിരുന്നു. പഠിച്ചതും ഒരേ കോഴ്സ് എടുത്ത് പഠിക്കുകയും ചെയ്തു. ഇപ്പൊ ഒരുമിച്ച് അമേരിക്കക്ക് പോകാനും പറ്റി. ഒക്കെ ഒരു ഭാഗ്യം. ഓ, ഈ ഭാഗ്യമൊക്കെ നിങ്ങളുടെ ആമക്കൾക്ക് മാത്രമേ ഉള്ളെന്നാ എനിക്ക് തോന്നുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഓ, മകള് കണ്ടില്ലേ കൊച്ചിനെ കളഞ്ഞേച്ച് നിക്കുന്നത്. ഹും, അത്രയും മാസമായപ്പോ കൊച്ചിനെയും കളഞ്ഞിട്ട്. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? ഇത് എത്രയാന്ന് വെച്ചാ ഞാൻ സഹിക്കേണ്ടത്? കേട്ട് കേട്ട് ഞാൻ മടുത്തു. എന്താ സംഭവിച്ചെന്ന് അമ്മയ്ക്ക് അറിയാലോ. എന്നിട്ട് അമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറയണം? ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ മുതൽ തുടങ്ങിയതാ അമ്മ. ഞാൻ കൊച്ചിനെ കൊണ്ടുപോയി കളഞ്ഞതാ, ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാ, എനിക്ക് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ. എന്നിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെ പണിയെടുപ്പിക്കായിരുന്നു അമ്മയ്ക്കറിയോ. ഇറക്കിയ വിറക് എന്നെ കൊണ്ട് കൊത്തി കീറിച്ചു. അത് മാത്രമല്ല, പറമ്പിൽ പറിച്ചിട്ട് തേങ്ങ മുഴുവനും ചുമന്ന് ഇവിടെ കൊണ്ടുവരുത്തിച്ചു. അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിക്കാത്ത പണിയൊന്നുമില്ല. എന്നിട്ട് കൊച്ചു പോയപ്പോ എനിക്കായി കുറ്റം. എന്നിട്ട് നീ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ എല്ലാ ദിവസവും നിന്നെ 2-3 നേരം വെച്ച് വിളിക്കുമായിരുന്നല്ലോ. എങ്ങനെയുണ്ട്, എവിടെയും വല്ല വേദനയുണ്ടോ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. നീ എന്നിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അമ്മ വിഷമിക്കണ്ടെന്നോർത്ത് ഞാൻ പറയാതിരുന്നത്. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. എന്നിട്ട് നിന്റെ ഭർത്താവ് എന്താ പറയുന്നേ? ഏ, അവനോട് നീ പറഞ്ഞില്ലേ ഇവിടെ അനുഭവിക്കുന്നൊക്കെ? ചേട്ടൻ എന്നോട് ഒന്നും മിണ്ടുന്നില്ല. എപ്പോഴും ഭയങ്കര ദേഷ്യ. എന്നോടൊന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ. എനിക്ക് ജീവിക്കണമെന്ന് തന്നെയില്ല. ആ, അവന് ദണ്ണം കാണും, അതുകൊണ്ടാ മിണ്ടാത്തത്. നല്ല വിഷമം കാണും. പിന്നെ വിഷമം കാണാതിരിക്കുവോ ചെറുക്കന്? ഇതുപോലെയൊക്കെ ആരോഗ്യം ഇല്ലെന്നൊക്കെ ഉള്ളതാണെങ്കിൽ കെട്ടിക്കാൻ നിൽക്കരുതായിരുന്നു. അത് ശരി. അവനെന്നാ പൊട്ടനാണോ? പൊട്ടൻ. ഏ, ഇവളുടെ കൂടെ എല്ലാ മാസവും ചെക്കപ്പിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന അവനല്ലേ? അവനെ കൂടെ ഇരുത്തിയിട്ടല്ലേ ഡോക്ടർ പറഞ്ഞത് നല്ല റെസ്റ്റ് വേണം, സൂക്ഷിക്കണം എന്നൊക്കെ അല്ലേ? എന്നിട്ട് അവൻ ഭാര്യനെ ശ്രദ്ധിക്കാതെ. എന്റെ മോൾ എന്നോട് ഒന്നും പറഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞുമില്ല. ഏതായാലും നന്നായേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യേ, സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ കൂടെ പോരെ. അമ്മ ഇനി അവിടെ ഒറ്റയ്ക്കല്ലേ ഏതായാലും ഉള്ളൂ. അമ്മയുടെ കൂടെ പോരെ. പിന്നെ നിങ്ങളുടെ മാവൻ വരുമ്പം പറഞ്ഞേക്ക് എന്റെ മോളെ ഞാൻ കൊണ്ടുപോയെന്ന്. അവനോട് അങ്ങോട്ട് വരാൻ പറ, ഭാര്യനെ വേണമെങ്കിൽ. ഞാനാണെങ്കിൽ പാല് കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ. ആരും വീട്ടിൽ വന്ന് പാല് മേടിക്കല്. ഇപ്പൊ എല്ലാവരുടെ വീട്ടിൽ കൂടെ കൊണ്ട കൊടുക്കേണ്ട അവസ്ഥയാ. അന്നേരം വലിയ കാര്യം പറയുന്നത് നമ്മുടെ ദിനേശൻ ചേട്ടന്റെ മോനാണ് ചേച്ചിയുടെ മോനെ ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോയതല്ലേ. കുടിച്ച് ബോധമില്ലാതെ ആ മധുവിന്റെ കടയുടെ തിണ്ണെ കിടക്കുമായിരുന്നു, തലയും കുറച്ച് പൊട്ടിയെന്ന്. ഈ ചെറുക്കൻ ഇങ്ങനെ കുടിച്ച് നശിച്ചാൽ എന്നതാ ചേച്ചി ചെയ്യുന്നത്? എങ്ങനെയാ ചെറുക്കനെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കുക, ചെറിയ പ്രായമല്ലേ അവന്റെ. അവള് പോയേ പിന്നെ തുടങ്ങിയ കുടിയാന്നേ. അവള് പോയി കുറച്ചു നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ട് അവൻ കുറെ നോക്കിയതാ. ഞാനാടി സമ്മതിക്കാതിരുന്നത്. എനിക്കൊരു തരം വാശിയായിരുന്നു പോയി വിളിക്കണ്ടെന്നും പറഞ്ഞിട്ട്. പിന്നെ അവൻ പോയി വിളിക്കാനൊന്നും പോയുമില്ല. പിന്നെ കുടി അങ്ങ് കുടിയോട് കുടി തുടങ്ങി. ആദ്യമൊക്കെ കുടിച്ചാ വയറ്റിൽ കിടക്കുമായിരുന്നു, വീട്ടിലോട്ട് വരികയും ചെയ്യുമായിരുന്നു. പിന്നെ കുടിച്ച് ചിലപ്പോ നേരം വെളുക്കുമ്പോ ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടേ ആക്കലും ഒക്കെ ആയി. അതിന്റെ ജീവിതം പോയി. ഇനിയിപ്പൊ ഏതായാലും കഴിഞ്ഞതൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യങ്ങളുമില്ല. എങ്ങനെയെങ്കിലും ചേച്ചി അവനെ കൂട്ടി ചെന്നിട്ട് ആ പെണ്ണിന്റെ കയ്യോ കാലോ പിടിച്ചിട്ടായാലും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. മകന്റെ ജീവിതമല്ലേ, ജീവിതം നോക്കണ്ടേ ചെറുക്കന്റെ? ഇനി കാല് പിടിച്ചാലും കൈ പിടിച്ചാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ ഉഷേ. അതെന്താ? അവൾ അമേരിക്കക്ക് പോയി. അവളുടെ ആങ്ങളമാര് കൊണ്ടുപോയതാ. എന്തോ പഠിക്കാനെങ്ങാണ്ടാ പോയേക്കുന്നെ. പഠിത്തവും ജോലിയും കൂടെ ചെയ്യുവാന്നാ കേട്ടത്. തക തുമിതൈ.
എന്നാ പിന്നെ ആ പെങ്കൊച്ചി പട്ടിക്കാടും ചേച്ചിയുടെ മോനെയും ചേച്ചീനെയും നാട്ടുകാരെ എല്ലാം മറന്നു കാണും. ഇനി അത് പ്രതീക്ഷിക്കണ്ട. എന്റെ പൊന്നി ചേച്ചി, മരുമോളോട് രണ്ട് പോരെടുക്കാൻ തോന്നിയാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് മകന്റെ ജീവിതം തകരാതെ ചേച്ചി വേണ്ടേ നോക്കാൻ? ഇത് മകന്റെ ജീവിതം ചേച്ചി തല്ലി തെറിപ്പിച്ച് കളഞ്ഞില്ലേ? എന്റെ ദൈവമേ, 2 വർഷമായി. ഈ പെങ്കൊച്ചിന്റെ ഒരു വിവരം ഇനി ഇല്ലല്ലോ. ഇനി പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല ചേച്ചി. അത് പിന്നെ നീ കേട്ടിട്ടില്ലേ, ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന്? എനിക്ക് ആദ്യമേ ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. എനിക്ക് ആ പെണ്ണിനെയും കുടുംബത്തെ ഒന്നും ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ അവളെ കുറ്റപ്പെടുത്താനും വഴക്ക് പറയാനും ഒരു കാരണം നോക്കിയിട്ട് കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക, എല്ലാ പണിയെടുക്കുക, എല്ലാം ചെയ്യുമായിരുന്നു. ഇതിപ്പോ ആഘോഷനായപ്പോ ഒരു കാരണം കിട്ടിയ പോലെ ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ പെരുമാറി പോയടി. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഓ, നിങ്ങൾ കാരണം അയലോകത്ത് കടന്ന ഞാൻ വരെ ആ പെണ്ണിനെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമായിരുന്നു. കഷ്ടമായിപ്പോയി. എനിക്ക് നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് ഇപ്പൊ. ആ, സാരമില്ല, ആ പാവം പെങ്കൊച്ച് രക്ഷപ്പെട്ടല്ലോ. ഉഷേ. അല്ലേ ചേച്ചി?